അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പടച്ച തമ്പുരാൻ അള്ളാഹു ഭഗവാൻ ദൈവം അകത്താണോ പുറത്താണോ കുടികൊള്ളുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അള്ളാഹു പടച്ച തമ്പുരാൻ ദൈവം ഏത് പേരിൽ വിളിച്ചാലും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു ധാരണ, പൊതുവേ എല്ലാ മനുഷ്യർക്കുള്ളൊരു ധാരണയാണ് ഭഗവാൻ എവിടെയോ ആണ്. നമ്മൾ വിളിക്കുന്ന സമയത്ത് ഓടി വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് തിരിച്ചു പോകുന്നൊരു ഭഗവാനെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും മതഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് റീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നിയെന്ന് വരും. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു സത്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ മതഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ മനസ്സിലാക്കിയതിൽ ഒരുപാട് പിഴവുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം, അതെങ്ങനെയാണ് വരുന്നത് എന്ന്. അതായത് അള്ളാഹു നമ്മുടെ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി കരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, അതായത് പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ കർണനാടിയേക്കാൾ ഏറ്റവും അടുത്തവനാണ്, ഞാൻ നിങ്ങളുടെ ഏറ്റവും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോഴും ഞാനൊക്കെ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ വിചാരിച്ചത് നമ്മൾ വിളിക്കുമ്പോൾ ഓടി വന്നിട്ട് കർണനാടിയോടെ അടുത്താകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 18 പടി കയറി മുകളിൽ നമ്മളിങ്ങനെ കതച്ച് മേലെ പോയി ഭഗവാൻ അയ്യപ്പനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ എഴുതി വെച്ചിട്ടുള്ള തത്വമസി, അത് നീയാകുന്നു, നിങ്ങളെന്താണോ അന്വേഷിച്ചു വന്നത് അത് നിൻ്റെ ഉള്ളിലാകുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഹജ്ജിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോണതിന് മുന്നേ എന്താ പറഞ്ഞില്ല, ഇസ്തിഗ്ഫാർ, എല്ലാവരെയും കണ്ട് പൊരുത്തപ്പെടിയിക്കണം. അങ്ങനെ പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ കണ്ടെത്തും. അതാണ് ഹജ്ജിൻ്റെയും ഉദ്ദേശം. അങ്ങനെയാണ് വേളാങ്കണ്ണി പോവുകയാണെങ്കിലും അവിടെ പോകുമ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു പരിശുദ്ധി എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലാകുന്നത്, നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഉള്ളിലേക്ക് ഒരു റൂഹ്, സോളിനെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം 4-ാം മാസത്തിലാണ് റൂഹ് ഇടുക, സോള് പ്രവേശിക്കുക എന്നൊക്കെ പറയും. ആ സമയം മുതലാണ് നമ്മുടെ ശരീരം മുഴുവൻ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അതിനുശേഷം എപ്പോഴാണ് ആ സോൾ നമ്മളിൽ നിന്ന് പോകുന്നത്, നമ്മൾ എന്നാണോ മരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ശരീരം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ആ സോള് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോകും എന്നുള്ളതാണ്. ഒരു മനുഷ്യനും അറിയില്ല, ഒരു ഡോക്ടർമാർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സംഭവം. ദാറ്റ് ഇസ് എ സോൾ. അപ്പോൾ എവിടെയായിരുന്നു സോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആത്മാവ് എന്ന് പറഞ്ഞാൽ പരമ ആത്മാവിൽ നിന്നുള്ള ഒരു ഇത്. ഖുർആനിലായത്തുണ്ട്, വനഫഖ്തു ഫീഹി മിൻ റൂഹിഹി, എൻ്റെ റൂഹിൽ നിന്ന്, എൻ്റെ ആത്മാവിൽ നിന്നാണ് നിങ്ങളിലേക്ക് ഊതിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിലുള്ള ആത്മാവ് ആരതാണ്, പടച്ച തമ്പുരാൻ്റെ ആത്മാവാണ്. അപ്പോൾ അത് ഇപ്പം നമുക്കറിയാം, കടലിലുള്ള വെള്ളം, കടൽ കാണാൻ പോയിട്ട് അതിന് വെള്ളം കൊടുത്ത് നമ്മളുടെ വീട്ടിലെ ബക്കറ്റിൽ വെള്ളത്തിലൊഴിച്ചാൽ എന്തായി, അതും കൂടി കടലിലെ വെള്ളത്തിൻ്റെ അംശമായി, എല്ലാ ക്വാളിറ്റിയും ഈ വെള്ളത്തിൽ വന്ന്. അതുപോലെ തന്നെ അള്ളാഹു എന്നുള്ള ആത്മാവിനെ നമ്മളിലേക്ക് പ്രവേശിപ്പിച്ചാൽ പിന്നെ നമ്മളിലുള്ള കഴിവുകൾ ആരുടേതായി, പടച്ച തമ്പുരാൻ്റെ നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറാൻ. പെർഫെക്റ്റ് ആയ വ്യക്തികൾ ഈ ലോകത്തില്ല, എങ്കിലും നമുക്കെന്ത് നമ്മളിലുള്ള ക്വാളിറ്റീസൊക്കെ നല്ല ബെസ്റ്റായിട്ട് വരാനൊരു കാരണമാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഭഗവാൻ കുടികൊള്ളുന്നത് എവിടെയാണ്, പടച്ച തമ്പുരാൻ എവിടെയാണ്, നമ്മുടെ ഉള്ളിലാണ് പ്രവേശിക്കുന്നത്. ഒരു ദിവസം നമ്മളെ വിട്ട് പോകും. അപ്പം നമ്മളിങ്ങനെ ബേജാറായിട്ട് പ്രാർത്ഥിക്കൊന്നും വേണ്ട, ദൈവമേ ഭഗവാനേ നീ എവിടെയാന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മളെങ്ങനെ പറയാം, താങ്ക് യു എൻ്റെ കൂടെ നിന്നതിന്, ഇത്രയും കാലം ഞാൻ പോലും അറിയാതെ എന്നെ നയിച്ച വഴികൾക്ക് കൊടാനക്കൂടി നന്ദി, താങ്ക് യു സോ മച്ച്. നമ്മളെ തന്നെ ഹഗ് ചെയ്യുക, നമ്മളെ തന്നെ കിസ് ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മളുടെ കൂടെ നമ്മളെ പടച്ച തമ്പുരാനുണ്ടല്ലോ, അതുകൊണ്ടല്ല നമ്മൾ വർക്ക് ചെയ്യണത്. നമ്മുടെ ബാറ്ററിയോ സ്വിച്ചോ ബൾബോ ഒന്നുമില്ല, നമ്മൾ വർക്ക് ചെയ്യണത് എന്തുകൊണ്ടാണ്, ഭഗവാന്റെ എനർജി, പടച്ച തമ്പുരാൻ്റെ എനർജി നമ്മളെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ആ റിയലൈസേഷൻ നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥന ഉച്ചത്തിലാക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുക, നമ്മുടെ പാർട്ട്ണറോട് എങ്ങനെ നമ്മൾ സംസാരിക്കുക, അത്രയും ഫ്രണ്ട്ലി ടോക്ക്, നമുക്കതിനേക്കാൾ ഫ്രണ്ട്ലി നമ്മളെ ചേർത്ത്. ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഭൂമിയിൽ ഇല്ലാതിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ട്, അവിടെയൊക്കെ നമ്മളെ ചേർത്ത് പിടിച്ച്, ഇല്ല നീ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് ആവശ്യകതയുണ്ട്, നിനക്കിവിടെ ഒരു പർപ്പസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ചേർത്ത് നിർത്തി, നമ്മൾ പോലും അറിയാതെ ഇതുവരെ കൊണ്ടെത്തിച്ച് നമ്മുടെ സോള്, ആ സോളിന് അപ്പോൾ ആ സോളിരിക്കുന്ന നമ്മുടെ ശരീരം പരിശുദ്ധമാണ്. അപ്പോൾ നമ്മുടെ സോൾ എവിടെയാണുള്ളത്, നമ്മുടെ ഉള്ളിലാണ്. പുറത്തെവിടെയും അന്വേഷിച്ചത് കാണാൻ കഴിയില്ല എന്ന് എല്ലാ ആത്മാവിനെ കുറിച്ച് പഠിച്ച എല്ലാ ആളുകളും, അതല്ലെങ്കിൽ സന്യാസിമാരും പ്രവാചകന്മാരും അങ്ങനെയൊക്കെ എല്ലാ മനുഷ്യരും
മുനിമാരും മഹർഷിമാരും എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എന്താ, നിൻ്റെ ഉള്ളിലാണ്. അതിനെ നീ പരിപോഷിപ്പിച്ചാൽ നിനക്കതിനെ കാണാൻ കഴിയും. അതെല്ലാം നമ്മളതിനെ ശ്രദ്ധിക്കാതെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്താവും, നമുക്ക് പുറം ലോകത്തായിരിക്കും നമ്മുടെ ശ്രദ്ധ. ഒരു കാലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മഹാശക്തിയെ നമുക്ക് തിരിച്ചറിയാനും കഴിയില്ല. ജീവിതം അറിഞ്ഞുകൊണ്ട് ജീവിക്കുക, ഭഗവാനുള്ളിൽ വെച്ചുകൊണ്ട്, പരശുതമ്പുരാൻ അള്ളാഹുവിനുള്ളിൽ വെച്ചുകൊണ്ട് സ്വസ്ഥമായി സമാധാനമായി റിലാക്സായി ജീവിക്കാം. മരണവും അത്രയും സുന്ദരമാവും, ശാന്തമാവും. നമ്മളെ പടച്ചവനെ അറിഞ്ഞുകൊണ്ടുള്ള മരണമായിരിക്കും. അല്ലെങ്കിൽ അയ്യോ ഇത് എവിടേക്കാ ആരാ പിടിച്ചുകൊണ്ടുള്ളത്, ഇതെന്താ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ സ്വസ്ഥമുള്ളത് നമ്മളിലേക്ക് വന്നു. നമ്മളിൽ നിന്ന് വളരെ മനോഹരമായിട്ട് അതിൽ നിന്നും അനശ്വരമായ ലോകത്തേക്ക്, അതിൻ്റെ ഉടമസ്ഥനിലേക്കുള്ള തിരിച്ചുപോക്കാണ് നമ്മുടെ മരണമായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ഇരിക്കുന്നത് വേറെ എവിടെയുമല്ല, നമ്മുടെ ഉള്ളിലാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ടാണ് സ്നേഹം, ശാന്തി, സമാധാനം എല്ലാം ഉള്ള ഒരു മനുഷ്യനിൽ അത്രയും ക്വാളിറ്റീസ് ഉള്ളത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഭഗവാനെ അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൈവച്ച് നമുക്ക് തന്ന ശരീരം എന്ന ഈ ഒരു സമ്മാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഭഗവാനെ താങ്ക് യു, പഠിച്ചവനെ നന്ദി, ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. അതൊരുപാട് അട്ടാറിച്ചിട്ട് അയ്യോ കാക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ ചേർന്നതിനേക്കാൾ നമുക്ക് വളരെ സോഫ്റ്റായിട്ട് നമ്മൾ കർണാടകയേക്കാൾ അടുത്തുള്ള നമ്മുടെ റബ്ബിനെ നമുക്ക് കാര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ കാര്യങ്ങൾ അറിയുന്ന നമ്മുടെ പടച്ചവനെ മനോഹരമായിട്ട് പ്രാർത്ഥിക്കാനും മനോഹരമായിട്ട് കൂടെ ചേർക്കാനൊക്കെ പറ്റട്ടെ എന്ന് ആത്മാർത്ഥ മാനിഫെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ തത്വമസി നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ജ്വാലയെ നമ്മൾ എന്ത് ചെയ്യുക, ജ്വലിപ്പിക്കുക, എന്നിട്ട് ലോകത്തിന് മുഴുവൻ വെളിച്ചമാകുക. അതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് ആളുകൾക്ക് ഉള്ള ഒരു ഡൗട്ടാണ്, എവിടെയാണ് പഠിച്ചവൻ, ഞാൻ വിളിക്കത്ത് കേൾക്കണില്ലല്ലോ, നമ്മൾ ഒരുപാട് സഫർ ചെയ്യുകയാണല്ലോ എന്നൊക്കെ ഉണ്ട്. അത്തരം ആളുകൾക്കുള്ള, അതായത് കുഞ്ഞു കുഞ്ഞു മനസ്സുള്ള വലിയ വലിയ മനുഷ്യരുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്, അവർക്കുള്ള വീഡിയോസാണ്. അതല്ലാതെ ഇത് വലിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെട്ടാൽ ഇറ്റ്സ് ഓക്കെ. അതല്ലാതെ നമ്മളിതിൽ വേറെ ഇൻറ്റൻഷനൊന്നുമില്ല. അതായത് മനുഷ്യരിലേക്ക് നന്മ എത്തിക്കുക, അവർ സമാധാനമായിട്ട് രാത്രിയെങ്കിലും എൻ്റെ റബ്ബൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് കിടന്നുറങ്ങട്ടെ. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൂടുതൽ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തണം പടച്ചതമ്പുരാൻ എവിടെയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത്, നമ്മുടെ കൂടെയാണെന്നോ പുറത്താണെന്നോ എന്താണ് വിചാരിച്ചിരുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.